ഷേ ഇതെവിടെ പോയി കിടക്കുക? എന്താ നീരജ്, കാണണമെന്ന് പറഞ്ഞല്ലോ, എന്തു പറ്റി? എന്തു വേണേലും പറ്റാം, അതാ അല്പം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞത്. എന്താ പഴയതുപോലെ നീരജിന് എന്നോട് വല്ല ഫീലിങ്സും? ഏയ് അതൊന്നുമല്ല, അതിനുള്ള പണ്ടേ കൈപ്പറ്റിയില്ലേ. എന്നാ പറ, എന്താ പ്രശ്നം? പറയാം. നമ്മുടെ ടോണി ഇപ്പൊ എവിടെയാ? അവൻ വീട്ടിലുണ്ടല്ലോ. എന്താ വല്ല സീനുണ്ടാക്കിയോ? സീനൊന്നുമില്ല. അത് അവൻ ഫോൺ വിളിച്ചിട്ടെന്താ എടുക്കാത്തത്? അത് നീരജന് അറിയാതിരിക്കില്ലല്ലോ. അറിയാം, പക്ഷെ എന്നാലും അവന്റെ ഇപ്പൊ എന്താ കണ്ടീഷൻ? അനുടെ കാര്യത്തിൽ അവൻ ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ നീരജിന്റെ കോൾ പോലും അറ്റൻഡ് ചെയ്യാത്തത്. ഷേ, അവന്റെ ഈ അവസ്ഥക്ക് ഞാൻ കൂടി ഒരു കാരണമെന്നറിയുമ്പോ. എന്ത്? എന്താ പറഞ്ഞേ? അത് പിന്നെ പാറു, എനിക്കൊരു അബദ്ധം പറ്റി. ഒരു ദിവസം ചിഞ്ചു എൻ്റെ അടുത്ത് വന്ന് ടോണിയെ പറ്റി വളരെ ഇമോഷണലായിട്ട് സംസാരിച്ചു. അനുവിനെ സ്വപ്നം കണ്ട് അവനൊരിക്കലും അവളുമായുള്ളൊരു അഫെയറിലാവാൻ കഴിയില്ലെന്നും അവന് ഏറ്റവും ആപ്റ്റായുള്ള പെൺകുട്ടി ചിഞ്ചു ആണെന്നും ഞാൻ കരുതി. സാജൻ, I'll call you back. എന്നിട്ട് അപ്പൊ ഞാൻ അനുവിനെ ചെന്ന് കണ്ടു. അന്ന് ടോണിനെയും ചിഞ്ചുവിനെയും ഒന്നിപ്പിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അന്ന് ശരിക്കും അനു ടോണിയുടെ ഒരു നല്ല ഫ്രണ്ടായിട്ട് എന്നോട് സംസാരിച്ചത്. പക്ഷേ ഇന്നെന്താ? ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. അനു ബാംഗ്ലൂർ പോയ അന്ന് അവൾ ടോണിയോട് അവളുടെ ഇഷ്ടം പറയാതിരിക്കുമായിരുന്നു. അന്ന് ചിഞ്ചുവിന്റെ കാര്യം ഞാൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ ഇഷ്ടം മാറ്റിവെച്ച് അവൾ ഇതിൽ നിന്നും പിന്മാറുകയാണെന്നും അതായിരുന്നു മെസ്സേജ്. അയ്യോ, എനിക്കറിയില്ല. പറ, എന്ത് ചെയ്യണ്ടേന്ന് പറ, ഒന്ന് പറ. എന്ത് ചെയ്യാനാ, ചെയ്ത അത്രയൊക്കെ പോരെ. ഏത് നേരത്തെ അവളോട് എല്ലാം പറയാൻ തോന്നിയത്? ഒന്ന് തിരിച്ചു വിളിക്കാന്ന് ഓർത്താ കണക്റ്റ് ആവുന്നുമില്ല. എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. റോയ്ച്ചനോട് പറഞ്ഞാലോ? അയ്യോ വേണ്ട, ആരോടും പറയണ്ട പാറു. അവസാനം അത് എങ്ങനെയെങ്കിലും ടോണി അറിയുകയും ചെയ്യും, എനിക്ക് നല്ല പണിയും കിട്ടും. അപ്പൊ റോയ്ച്ചനോട് പറയരുത്. പക്ഷേ റോയ്ച്ചനോട് പറയാതെ എങ്ങനെയാ? റോയ്ച്ചനോടൊന്നല്ല, ആരോടും ഒന്നും പറയണ്ട. ഞാൻ തന്നെ ഇരുന്ന് ആലോചിച്ച് ആരോടൊക്കെ എന്തൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാ മതി. അതുവരെ ആരോടും ഒന്നും പറയല്ലേ പ്ലീസ്. ശരി, എന്നാ വിട്ടോ, കാണാം. ഓ, പോവല്ലേ പറഞ്ഞത്? ഞാൻ ആനന്ദിനൊന്ന് വിളിച്ചോ. അയ്യോ, അതിനോട് ഇതൊക്കെ പറയാൻ പോവാണോ? ഓ അല്ല, അവനോട് പിക്കാൻ പറയാനായിരുന്നു. അല്ല, അതിന് എങ്ങാണ്ടും കിടക്കുന്ന ആനന്ദിനൊക്കെ വിളിച്ചു വരുത്തണോ? ഞാൻ ഡ്രോപ്പ് ചെയ്താ പോരെ? ഡ്രോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അന്ന് കിട്ടിയതിന്റെ പെയിനൊക്കെ മാറിയോ? ഇയർ ഡ്രോപ്സ് ഒക്കെ കറക്റ്റ് എടുക്കുന്നില്ലേ? അല്ല, ഞാനത് ഡ്രോപ്പ് ചെയ്തു. ഞാൻ പാവല്ലേ. എന്നാ പൊക്കോട്ടെ, പിന്നെ കാണാട്ടോ. ബൈ. ശരി. ഇപ്പൊ പണി പാളിയന. ദൈവമേ, കർത്താവേ. നിരാശ കാമുകനെ പിടിച്ചൊന്ന് കുലുക്കിയാലോ? എന്താടാ, നിരാശ കാമുകനെ പ്രേമം തലയ്ക്ക് പിടിച്ചോ? നീ ഒന്നും മിണ്ടായിരുന്നേ, മനുഷ്യന് സ്വസ്ഥതയും തരില്ല. ഓഹോ, അല്ലെങ്കിലും എല്ലാവർക്കും സ്വസ്ഥത കൊടുക്കുന്ന ഒരാള്. ഞാൻ ആർക്കും സ്വസ്ഥത കൊടുക്കാറിഞ്ഞിട്ടില്ല. അതിന്റെയൊക്കെ നിങ്ങളൊക്കെ അല്ലേ? സമ്മതിച്ചു, ഞാനാ. പക്ഷെ നിന്റെ പപ്പയും മമ്മിയും നീ അമേരിക്ക മൊത്തം അലമ്പാക്കുന്ന പറഞ്ഞില്ല ഇങ്ങോട്ട് ഓടിച്ചത്. ഒന്നും മിണ്ടായിരിക്കും പാറു, പ്ലീസ്. അനു പോയത് നന്നായി. നിനക്ക് അങ്ങനെ തന്നെ വേണം. എടാ, ചിഞ്ചുട് കൂടെയാടാ ദൈവം. നീ ഇപ്പോഴെങ്കിലും അവളുടെ സ്നേഹം ഒന്ന് തിരിച്ചറിയ. പാറു, എന്റെ മൂഡ് ശരിയല്ലാണ്ടിരിക്കുക, വെറുതെ സീനാക്കല്ലേ. എടാ ടോണി, അവൾ നിന്നെ വിട്ടിട്ട് പോയതാടാ. അവൾ അങ്ങനെ ഇട്ട് പോകത്തൊന്നുമില്ല. എന്റെ അനുവിന്റെ സ്നേഹം സത്യമുള്ളതാ, അല്ല നിന്റെ സാജന്റെയും പോലെ അല്ല. എന്റെയും സാജന്റെ പ്രേമത്തിൽ എന്താടാ കുഴപ്പം? കുഴപ്പങ്ങളല്ലേ ഉള്ളൂ. അവനൊരു നല്ല പയ്യനാ. അവന് നിന്നോട് പ്രേമം തോന്നിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനും അനു എത്രയാ ചിരിച്ചിട്ടുള്ളതെന്നറിയോ? ഒരുപാട് ചിരിച്ചിട്ടുണ്ടോ അതോ കുറച്ച് ചിരിച്ചിട്ടുള്ളോ? ഒരുപാട് ഒരുപാട് ഒരുപാട്. അതുകൊണ്ടായിരിക്കും അവൾ ഒരുപാട് ദൂരത്തേക്കൊക്കെ പോയത്. ഒരുപാട് ദൂരത്തേക്കെന്ന് പറയാൻ അമേരിക്കക്കൊന്നും അല്ല പോയത്. ഇനി അമേരിക്കക്കാണെങ്കിലും ടോണിക്ക് മമ്മയെ വിളിക്കേണ്ട താമസം. ടോണി അവിടെ പറന്ന്. വേണ്ട 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 വേണ്ട, നീ അമേരിക്കയ്ക്ക് ഒന്നും പോകണ്ട. ഒന്ന് ബാംഗ്ലൂർ വരെ പോയി കാണിക്കേ. പോയാലെന്താ, എന്നെ ബാംഗ്ലൂർ വരെ അവിടെ കയറ്റത്തില്ലേ? അത് അവരോട് തന്നെ ചോദിക്കണം. പോടി ടോണി, പോ. ഈ കൊച്ചു വിട്ട് നീ പോയി കഴിഞ്ഞാൽ റോയ്സ് നിന്റെ മുട്ടുകാലെ തള്ളി ഓടിക്കും. അല്ലെങ്കിലും അവിടെ ചെന്നിട്ടും കാര്യമില്ലല്ലോ. അവിടെ എവിടെ ചെന്ന് അവളെ കണ്ടുപിടിക്കാനാ? സമ്മതിച്ചോ? എന്ത്?
തോൽവി. എന്ത് തോൽവി? നീ തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഐഡിയ പറയാം. അയ്യടാ, അങ്ങനെ നിന്റെ ഐഡിയ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ അങ്ങനെ തോറ്റു തരുന്നില്ല. നീ അങ്ങനെ ജയിക്കണ്ട. അയ്യേ, നീ എന്തോ ഒരുമാതിരി പിള്ളേരെ പോലെ. ഛേ, നിന്റെ സംസാരം വലിയ പിള്ളേരെ പോലെയാണല്ലോ. എനിക്കിത് മതി. എന്നിട്ട് പൊടി. ശരി, ഞാൻ പൊക്കോളാം. ഫ്രണ്ട്സ് ആവുമ്പോ തല്ലുകൂടും, വഴക്കടിക്കും, അതൊക്കെ ശരിയാ. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാരും ഒന്നിച്ചു നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ടാ നിനക്ക് ഒരു ഐഡിയ ഞാൻ പറയാൻ വന്നത്. എന്നോട് നീ എണിച്ചു പോവാൻ പറഞ്ഞില്ലേ? ശരി, ഞാൻ പൊക്കോളാം. ജയവും തോൽവിയൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എന്താ ഐഡിയ എന്ന് വെച്ചാൽ പറ. ഓക്കെ. എടാ മണ്ട, നീ നേരെ ചെന്ന് റീന മാഡത്തിനോട് ബാംഗ്ലൂർ കമ്പനിയുടെ നമ്പർ ചോദിക്കണം. നമ്പർ കിട്ടിക്കാൻ പിന്നെ കാര്യങ്ങളൊക്കെ ഈസി ആയില്ലേ? അല്ല, മാഡത്തിന് നമ്പർ അറിയായിരിക്കോ? എടാ, നീയല്ലേ പറഞ്ഞത് മാഡത്തിന് റെക്കമെൻഡേഷനിൽ അവൾക്കൊരു ജോലി കിട്ടിയതെന്ന്. അവർക്ക് നമ്പർ അറിയാതിരിക്കോ? താങ്ക് യു പാറു. നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ മുമ്പിലല്ല പിന്നെ ഞാൻ ആരുടെ മുമ്പിൽ തോക്കാൻ എന്റെ പാറുക്കുട്ടാ. യെസ് യെസ്, താങ്ക് യു. അപ്പോ ഇനി നമ്പർ കിട്ടാനായിട്ട് ഒരു നമ്പർ ഇടണം. ശരിക്കും പറഞ്ഞാൽ പാറു എന്നോട് സംസാരിക്കാൻ മനസ്സാണിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. ലുക്ക് സാജൻ, നമ്മളെ പഴയ കാലം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് മാത്രമാണ്. അത് നീ മറക്കരുത്. ഓക്കെ ഓക്കെ പാറു, ഞാൻ അതിൽ കൂടുതൽ ഫ്രീഡം എടുക്കില്ല. എനിക്ക് ജസ്റ്റ് സംസാരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ. എന്താ രണ്ടുപേരും വിരഹ മൂഡിലാണെന്ന് തോന്നുന്നു. ഹാപ്പി ആൻഡ് കോഫി എടുത്ത് തരട്ടെ? എന്താ സാജ, സ്റ്റാർട്ടിംഗ് ട്രബിളോ അല്ല വീണ്ടും പാറുനെ കണ്ട എക്സൈറ്റ്മെന്റോ? എന്റെ പൊന്ന് സാറാ, ഒന്ന് പോയി തരോ? നിനക്കെന്താ കുടിക്കാൻ വേണ്ടേ? എന്തെങ്കിലും ഒന്ന് കൊണ്ടുവാ. ഏതായാലും കൂട്ടുകാരനോട് പറഞ്ഞേക്ക്, പ്രതീക്ഷ തീരെ മങ്ങിയിട്ടില്ലെന്നോ. ഏതെങ്കിലും രീതിയിൽ അവൾ ഇനിയും ബന്ധപ്പെടും. ഫോണോ ഇമെയിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ. എന്താ പോരെ? എപ്പോ ബന്ധപ്പെടുന്നു? കൃത്യതയില്ലാത്ത ഒരു പ്രവചനമാണ് നമ്മളുടേതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. ഇല്ല. ആ എന്നാൽ ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ അവസാനിപ്പിക്കണം. എന്നാ പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എന്റെ കൂടെയുള്ള കക്ഷിയില്ലേ, അല്ല ഞാൻ കൂടെയുള്ള കക്ഷിയില്ലേ, റോയ്ച്ചൻ, ഇങ്ങേർക്ക് അധോലോകമായിട്ട് വല്ല ബന്ധം ഉണ്ടോന്നൊരു സംശയമുണ്ട്. സാമിക്കുണ്ടോ? എനിക്ക് അധോലോകമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ആകെ ഉള്ളത് പരലോകമായിട്ടാ. സാമി വെറുതെ ആളെ വടിയാക്കല്ലേ. ഇഹലോകത്തെ കാര്യം പറയുമ്പോഴെന്തിനാ പരലോകത്തേക്ക് ഓടുന്നേ? ഇതൊരു ഓട്ടമല്ല കുട്ടി, യാത്രയാണ്. യാത്ര. സാമി എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. ഇപ്പൊ അതല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെ റോയ്ച്ചൻ അധോലോകമായിട്ട് വല്ല ബന്ധം ഉണ്ടോന്നുള്ളതാ. ഉണ്ട്, ചെറിയൊരു ബന്ധം നാം കാണുന്നുണ്ട്. ഒരു പെട്ടിയൊക്കെ കൈമാറുന്നത് പോലെ, ഒരു പൊതിയോ മറ്റോ. ഒയ്യോ, പൊതി. സാമി കറക്റ്റ്. ഇതെങ്ങനെ പറയുന്നു? പിന്നെ പറയാതെ, ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടല്ലേ നീ എന്റെ അടുത്ത് തന്നെ വരുന്നത്. അത് ശരിയാ. പിന്നെ സാമി, ഈ റോയ്ച്ചൻ അധോലോക ബന്ധം കേരളത്തിലാണോ അതോ അങ്ങ് ബോംബെയിലാണോ? അയാളെ ഇന്ത്യയൊട്ടാകെയുള്ള ഒരു ഗ്രൂപ്പിലെ കണ്ണിയായാണ് നാം കാണുന്നത്. പക്ഷേ കണ്ണി അല്പം ദ്രവിച്ചതായി തോന്നുന്നു. ഈ കണ്ണീന്ന് ഉദ്ദേശിച്ച റോയ്ച്ചനെന്ന് മനസ്സിലായി. പക്ഷെ ദ്രവിച്ചു എന്ന് പറയാൻ കാരണം അയാൾക്കെന്താ വല്ല മാരക അസുഖമുണ്ടോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. അയാൾക്കിതിൽ വലിയ താല്പര്യമില്ലാതെയാണ് നിൽക്കുന്നത്. പിന്നെ ജീവന് ഭീഷണിയുണ്ട്. അയ്യോ, രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ സാമി? വഴിയുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്കിൽ എന്താ ചെയ്യണ്ടേന്ന് പറയും സാമി. എന്ത് ചെലവ് വന്നാലും നമുക്കത് ചെയ്യാം. ഒന്നുമില്ല, ചുമ്മാ പ്രാർത്ഥിച്ചാൽ മതി. അയ്യേ, അതാർക്കാ പറ്റാത്തത്? അങ്ങനെ എല്ലാവർക്കും പറ്റുമെങ്കിൽ ചെയ്തോ, എനിക്കൊന്നും പറയാനില്ല. പിണങ്ങാൻ തിരുന്നാലും സ്വാമി, നോമ്പൊരു ഹാസ്യം പറഞ്ഞതല്ലേ? അതെനിക്ക് കൂടി തോന്നണ്ടേ? ആ ചോദിക്ക്, ഇനി എന്താ അറിയേണ്ടത്? ആ പെൺകുട്ടി ഏതാന്ന് വല്ല ക്ലൂവും കിട്ടിയോ അങ്ങേക്ക്? ഞാൻ പറഞ്ഞില്ലേ, സമയമാകുമ്പോൾ അത് താനേ മുന്നിലേക്ക് വരും. ഇങ്ങനെ മുമ്പിൽ വരും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? കൺമുമ്പിൽ ഇന്നറിയാൻ നല്ല പെൺകുട്ടികളാ. ഇതിലേതാന്ന് ഞാൻ എങ്ങനെ അറിയാനാ സ്വാമി? അപ്പോ ആ പുറപ്പെട്ടു പോയ കുട്ടി? ഓ സ്വാമി, ഞാൻ പറഞ്ഞല്ലേ, അത് കൂട്ടുകാരന്റെ ലവറാ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരാൾ അകന്നു പോകാൻ സമയമായതായി നാം കാണുന്നു. പെൺകുട്ടിയുടെ കാര്യമാണോ പറയുന്നത്? താൻ സ്നേഹിക്കുന്നത് പെൺകുട്ടികളെ തന്നെയല്ലേ? അയ്യേ, പെൺകുട്ടികളെ തന്നെ. അങ്ങ് പറഞ്ഞോളോ. എന്നാൽ ഇതുകൂടി കേട്ടോളൂ. നിങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന പെൺകുട്ടികളിൽ ഒരാൾ ഉടനെ തന്നെ നിങ്ങളെ വിട്ടു പോകും. ആരാ സ്വാമിജി അത്? സ്വാമി, ഞാനും.
നോക്ക് പാറു, ഞാനന്ന് നേഹയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. ആക്ച്വലി എനിക്കന്ന് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ലായിരുന്നു. സാജൻ കരുതുന്നുണ്ടോ നേഹയുടെ കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ബ്രേക്കപ്പ് ആയെന്ന്? പിന്നെ നമ്മൾ തമ്മിൽ പല കാര്യത്തിൽ ചേർച്ച കുറവുണ്ട്. ഇപ്പൊ തന്നെ നോക്ക്, സാജൻ വിചാരിക്കുന്ന പോലെ നേഹയുടെ കാര്യത്തിലല്ല നമ്മൾ ബ്രേക്കപ്പ് ആയത്. നീ എന്താ പറഞ്ഞു വരുന്നത് ഇപ്പോ? What I'm saying is, നമ്മൾ തമ്മിൽ ഒരിക്കലും ശരിയാവില്ല. നോക്ക് പാറു, നീ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ ഒന്നിച്ച് സന്തോഷിച്ച് ജീവിച്ചു പോകാൻ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. പിന്നെ നമ്മൾ തമ്മിൽ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്താൽ തീരാവുന്നേ ഉള്ളൂ ചേർച്ചക്കുറവൊക്കെ. ആ എനിക്കറിയില്ല. അതെ മാഡം, ഇതൊരു കോഫി കിട്ടിയില്ല. സാരയ്ക്ക് ഹിഷാമിനും കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അത് ഈശാൻ കയറി വരുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. വാ നമുക്കൊന്ന് പോയി നോക്കാം. അത് വേണോ? അത് അവർ തമ്മിലുള്ള പേഴ്സണൽ പ്രശ്നങ്ങളായിരിക്കും, അതിൽ നമ്മൾ ഇടപെടണോ? പിന്നെ സാരയുടെ പ്രശ്നം എന്റെയും കൂടി ഒരു പ്രശ്നമാണ് സാജൻ. എന്നാലും കണ്ടോ, ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞതൊന്നും സാജന് സമ്മതമല്ല. ഇപ്പൊ സാജൻ പറഞ്ഞു തീർത്തല്ലേ ഉള്ളൂ, നമ്മൾ ഇനി മുതൽ ഒന്നിച്ച് മുന്നോട്ട് പോവാന്ന്. എന്നിട്ട് ഓക്കെ, പോവാം പോവാം. എന്താ സാറാ പ്രശ്നം? ഒന്നുമില്ല. ഹാ, എന്തുണ്ടെങ്കിലും കാര്യം പറ. ഞങ്ങളുടെ കാര്യം തന്നെയാടി, നടക്കും തോന്നില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അതാകെ പ്രശ്നത്തില്ല. എന്താ ഹിഷാം, നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഒരു വലിയ പ്രശ്നം വന്നു. അല്ലെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ കാരണം മതി പ്രശ്നം ഉണ്ടാവാൻ. അത് ശരിയാ. അതിപ്പോ പിണങ്ങാനായിട്ട് ആർക്കും വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ. ഞാൻ അവരെ ഉദ്ദേശിച്ചാ പറഞ്ഞേ. ആ, ഇത് നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല പാറു. ഇറ്റ്സ് സീരിയസ്. നിങ്ങൾ ആരെങ്കിലും കാര്യം എന്താന്ന് പറ. സ്വാമി, അതെന്റെ പാറുമായിരിക്കോ? അതൊന്നും എനിക്കറിയില്ല. ഒരാൾ നിന്റെ മുമ്പിൽ നിന്ന് മാറും, മാറിയേ ഒക്കൂ. അപ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, അതല്ലായിരുന്നു നിന്റെ പെണ്ണെന്ന്. അത് മനസ്സിലായിക്കോളാം. പക്ഷെ ഇത്രയും അറിവുള്ള ഒരാൾക്ക് ഏത് പെണ്ണാ പോന്നേന്ന് പറയാൻ കൂടി കഴിവില്ലേ? ഇല്ല, കഴിയുന്നില്ല. ആരോ ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. ഇതാ ഇതിന്റെ കുഴപ്പം. മനുഷ്യർ ഇതൊക്കെ കേട്ട് ആകെ ത്രില്ലടിച്ചിരിക്കുമ്പോഴാ ഒരു മറച്ചില്. ഇതാരുടെ കണ്ടുപിടിച്ച കാലം തൊട്ടേ എങ്ങനെയായിരിക്കണമല്ലേ? അല്ല, അതെല്ലാം ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ ഇനി പെണ്ണാരാന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല? ഇല്ല. ഒരു ക്ലൂ പോലും ഇല്ല? ഇല്ല. ശരി, അപ്പൊ ഞാൻ ഈ സ്വാമിയെ കുറിച്ച് ചോദിക്കാം. ഹാവാം. ഞങ്ങളെ കയ്യിൽ നിന്ന് ഈ പണമൊന്നും വാങ്ങാണ്ട് എങ്ങനെയാ സ്വാമി ജീവിക്കുന്നത്? കണ്ണിക്കണ്ട ജോലിയൊക്കെ ചെയ്യും, കിട്ടുന്നതിന് ഭക്ഷണം വാങ്ങി കഴിക്കും, അത്ര തന്നെ. എന്താ, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ജോലി ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത് നല്ല കാര്യ. പക്ഷെ സ്വാമി കുറച്ചെങ്കിലും പൈസ വാങ്ങണ്ടേ? വേണ്ട, അത് മാത്രം വേണ്ട. കാരണം ഈ സിദ്ധി നമുക്ക് കിട്ടിയപ്പോഴേ നാം തീരുമാനിച്ചതാണ് പ്രവചനങ്ങളിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങില്ലെന്ന്. സത്യം പറഞ്ഞ ഞങ്ങളുടെ മാർഗദർശിയായ അങ്ങ് അല്പം പണം മേടിക്കണേൽ തെറ്റില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അമ്പലങ്ങളും പള്ളികളും പണം സംഭാവനയായി വാങ്ങുന്നത് നിലനിൽപ്പിനായിട്ടല്ലേ. പിന്നെ അങ്ങേക്ക് എന്തുകൊണ്ട് പൈസ വാങ്ങിച്ചൂടാ? ശരിയാണ്, പക്ഷേ അത് വേണ്ട എന്നാണ് എൻ്റെ തീരുമാനം. ഏതായാലും താങ്കളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് ശരിയായി വരുന്നുണ്ടല്ലോ. ശരിയാ സ്വാമി, പറഞ്ഞതൊക്കെ അച്ചട്ടാ. മതി, ഈ അംഗീകാരമാണ് നമുക്ക് ആവശ്യം. മറ്റൊരർത്ഥത്തില് മാർഗദർശികളായ അധ്യാപകര് നിലനിൽപ്പിനല്ലേ പണം വാങ്ങുന്നത്. അതെ, അങ്ങേക്കും വാങ്ങിച്ചൂടെ പണം? ഇങ്ങനെ കണ്ണ് കണ്ട ജോലിയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിയാണ് നീ പറഞ്ഞത്. ആ അർത്ഥത്തിൽ അത് വളരെ ശരിയാണ്. നീ എന്റെ കണ്ണ് തുറപ്പിച്ചു മോനെ. എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഇനി പണം വാങ്ങുകയാണ്. അതിന്റെ തുടക്കം നിന്നിൽ നിന്ന് തന്നെയാകട്ടെ. തന്നോളൂ. എന്ത്? ദക്ഷിണ 100 രൂപ. അയ്യോ, എന്റെ അടുത്ത് 10 രൂപയേ ഉള്ളൂ. 10 രൂപ? അതേ ശരി. എന്നിട്ടാണോ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? കയ്യിൽ 10 പൈസ ഇല്ലാതെ ഇറങ്ങിക്കോളൂ. എന്നാൽ ഈ കൊച്ചാപ്പ ഇപ്പൊ എവിടുന്ന് വന്നു? ഞാൻ പണ്ട് സാറോട് പറഞ്ഞിട്ടില്ല, പുള്ളി ദുബായിലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നു. എന്നാലും ഹിഷാം വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചതല്ലേ? ഞാൻ വീട്ടിൽ പറഞ്ഞു, ചെറുതായിട്ടൊന്ന് സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ കൊച്ചാപ്പ് വന്നിട്ട് എല്ലാം കൊള്ളാം.
എന്നാലും ഹിഷാമിന്റെ പേരൻസ് അടുത്ത് ഒന്നും കൂടി പറഞ്ഞു നോക്കിയാ പോരെ? അവരുടെ സമ്മതല്ലേ നമുക്ക് വലുത്. കൊച്ചാപ്പക്ക് കുടുംബത്തിലുള്ള വില പാറുവിന് അറിയാഞ്ഞിട്ട് പുള്ളി വേണ്ടാന്നൊന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ആരും പോകത്തില്ല. നമുക്ക് അങ്ങോട്ടൊന്നും പറയാനും പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ നോക്കിയിട്ട് ആകെ ഒരു വഴിയേ ഉള്ളൂ. അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളതാ. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. സാറാ, നീ എന്നോട് ഇറങ്ങി വരിക എന്നല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നീ എന്താണ് പറയുന്നത് ഹിഷാം? എല്ലാം ഒറ്റയ്ക്ക് വലിച്ചെറിഞ്ഞിട്ട് വരാന്നുള്ള കാര്യം പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് സാർ ഇറങ്ങി വരേണ്ട കാര്യം എന്താണ് ഹിഷാം? പാറു, നിനക്ക് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാ. കൊച്ചാപ്പി ഇപ്പൊ എനിക്ക് വേറെ കല്യാണം ആലോചിച്ചിരിക്കുക. മിക്കവാറും ഒരു മാസം കൊണ്ട് കല്യാണം നടക്കും. ഇപ്പൊ ഇവളെ എന്നെ കൂടി ഇറങ്ങി വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, വേറൊരു മതത്തിലുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് ഉപ്പാപ്പ തീർത്തു പറഞ്ഞു. നീ പറയുന്ന പോലെ അല്ല കാര്യങ്ങള്. സി, ഞാൻ പറഞ്ഞിരുന്നു മാരേജിന് പ്രിപ്പയർ അല്ലാന്ന്. ആൻഡ് റോജൻ എന്നെ വിശ്വസിച്ച ഈ കോഫി ഷോപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഇവരൊക്കെ വിട്ടിട്ട് വരാന്നുള്ള കാര്യം നീ എന്താണ് പറയുന്നത് ഈശ? സാറാ, നീ എന്താ പറയുന്നത്? അപ്പൊ ഞാനൊന്നും ഉപേക്ഷിക്കുന്നില്ലെന്നാണോ നീ പറയുന്നത്? എനിക്കല്ലേ നഷ്ടങ്ങൾ? അതാ പറഞ്ഞത്, നമുക്ക് വേറെ വല്ല വഴി. വേറെ ഒരു വഴിയില്ല. ഒന്നെങ്കിൽ നീ എന്നെ കൂടി ഇറങ്ങി വരിക, അല്ലെങ്കിൽ നീ എന്നെ മറക്കുക. ഹിഷാമിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. പക്ഷെ സാറേ കുറച്ചുകൂടി സമയം കൊടുത്തൂടെ? അതെ ഹിഷാം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്ത് ചെയ്യും? ശരി സാറാ, നിനക്ക് അടുത്ത ആഴ്ച വരെ സമയം തരാം. ഞാൻ വരും. എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്ത് സീന്? അവരെന്തെടുക്കുവാടോ അവിടെ? ടോണി ഈ മുറിയിൽ അനുവിന്റെ ഓർമ്മയായിട്ടിരിക്കുന്നുണ്ട്. മറ്റവൾ അവിടെ ഹിഷാമായിട്ട് തല്ലുപിടിക്കുക ഫോണില്. ഈ വീടിനുണ്ടല്ലോ പ്രേമഭവൻ എന്ന പേരിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നിട്ട് ടോണിയുടെ മാഡം അവനവളുടെ ബാംഗ്ലൂർ നമ്പർ കൊടുത്തോ? ഇല്ല, അവര് കരുതിയത് അവൻ ബാംഗ്ലൂർ കമ്പനിയിൽ ജോലി ട്രൈ ചെയ്യാൻ വിളിച്ചതാണെന്ന്. അത് വലിയ കഷ്ടമായിപ്പോയി. എന്നാലും ആ തടിയെ നീരജ് ടോണിനോട് കാണിച്ചത് കൊലച്ചതിയായിപ്പോയി. അത് അവൻ അറിഞ്ഞോണ്ടല്ലാന്ന് പറഞ്ഞില്ലേ? അറിഞ്ഞോണ്ടായാലും അറിയാതെ ആയാലും അവർ തമ്മിലുള്ള ഇഷ്ടം അറിയാതെ പോയത് ആ തടിയെ നീരജ് കാരണല്ലേ? അത് ശരിയാ. എന്തായാലും എനിക്ക് അവനൊന്ന് കാണണം. ഇപ്പൊ കാണണ്ട, അവൻ വല്ലാത്തൊരു ഉന്മാദ ലഹരിയില. ചില സിനിമയിലൊക്കെ പ്രേമനൈരാശ്യം വന്ന് കഞ്ചാവൊക്കെ അടിച്ചിരിക്കുന്ന ഇരിപ്പില്ല അവൻ ഇരിക്കുന്നത്. ഇപ്പൊ പോണ്ട. ഛേ, ഞാൻ പറഞ്ഞത് ടോണീനെ കാണണമെന്നല്ല, നീരജിനെ കാണണമെന്നാ. ഓ, ആനയും കാണാൻ പോകുന്ന കാര്യമാണോ? നാളെ തന്നെ പോയി കളാട്ടോ. അല്ല, റോഷൻ ഒന്നും പറഞ്ഞില്ല. അനുവിന് ടോണിയോടുള്ള ഇഷ്ടം നമുക്ക് അവനോട് പറയണ്ടേ? വേണം, പക്ഷെ ഇപ്പോൾ വേണ്ട. സമയം വരുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. പാഴായി പോയിന്ന് എല്ലാവരും കരുതിയ ടോണിയുടെ ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കാൻ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പത്. ഇതുകൊണ്ടൊരു കളിയുണ്ട്. ആദ്യം അവളെ കണ്ടുപിടിക്കണം, എന്നിട്ട് അവളുടെ വായെന്ന് തന്നെ കേൾക്കണം എനിക്കിത്. അതിനവള് ബാംഗ്ലൂരിൽ എവിടെയാന്ന് ആർക്കും അറിയില്ല. അത് മാത്രമല്ല, അവളുടെ നമ്പറും കൂടി ആൻസർ ചെയ്യുന്നില്ല. ബാംഗ്ലൂരല്ലേ? പഴയ യാത്രകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂരൊന്നും റോയ്ക്കൊരു ദൂരമേ അല്ല. അത് പറഞ്ഞപ്പോഴാ ഞാൻ എൻ്റെ സ്വാമിജിയെ കണ്ടിരുന്നു. ഞാനായിട്ട് വളരെ അടുപ്പുള്ളൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോന്നാ മൂപ്പര് പറഞ്ഞേ. ആര്, ഞാനോ? അധികവും നീ തന്നെ ആയിരിക്കും. നിനക്കല്ലേ ഈ പുറപ്പെട്ടു പോണ പരിപാടിയില്ലേ? നീ ഇതുവരെ ആ സ്വാമിയെ വിട്ടുപിടിച്ചില്ലേ? അങ്ങേരുന്ന് വേറൊരു പ്രവചനം കൂടി പറഞ്ഞു. അനുന്ന് ടോണീനെ വിളിക്കുന്നു. അത് അയാൾ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. രണ്ടുപേരും തമ്മിൽ പ്രേമത്തിലാണെങ്കിലും പിണക്കത്തിലാണെങ്കിലും അവർ തമ്മിൽ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ല, അത് പറഞ്ഞപ്പോഴാ സാറയുടെ എന്താ അവസ്ഥ? ഹിഷാമ അവളെ ഇറക്കി കൊണ്ടാവാനുള്ള പരിപാടിയാ. അവൻ ആഞ്ഞു പിടിക്കുന്നുണ്ട്. കർത്താവേ, ഇനി ഞാൻ അതിനും തൂങ്ങേണ്ടി വരുമോ? അവരൊന്നിച്ച് പോകുന്നിടത്ത് റോയ്ച്ചൻ എന്തിനാ തൂങ്ങി പിടിച്ച് പോകുന്നേ? ദൈവമേ, ഇവനൊന്ന് വേഗം സിനിമയെ കയറ്റി ഒന്ന് രക്ഷപ്പെടുത്തണേ. പിന്നെ സിനിമയെ കണ്ടാൽ മതിയല്ലോ. താങ്ക്സ് റോയ്ച്ച, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. ഉർവശിപ്പട്ടം കൊണ്ടേ വരാവുന്നാണ് കൊളുത്തൂരൻ സാർ പറഞ്ഞിട്ടില്ലേ. ഒടുക്കം ഉർവശിന്റെ പട്ടിന്റെ പകരം നിന്റെ കൊളുത്തൂരൻ സാറിന്റെ തോർത്ത് തലേ കെട്ടി നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങാതിരുന്നാ കൊള്ളാം. ആരും കളിയാക്കൊന്നും വേണ്ട. മാക്സിമം ക്ലാസ് കളയാണ്ട പഠിക്കുന്നുണ്ട് ഞാൻ. പഠിച്ച് പഠിച്ച് എനിക്ക് വലിയൊരു നടനാവണം. നോക്കിക്കോ, ആയി കാണിക്കും ഞാൻ. ഈ ആവും ആവും എന്ന് പറയാതെ ഒന്ന് ആയി കാണിക്ക്. ബാക്കിയുള്ളവർക്കൊരു സമാധാനം കിട്ടുമല്ലോ. റോയ്ച്ച എന്തേ